ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ കിങ്ങോസ് ലിറ്റിൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരു മീൻ കറിയാണ്. അതിന് വേണ്ടിയുള്ള മീൻ മേടിക്കാൻ മാർക്കറ്റിൽ പോയതാണ്. അവിടെ ചെമ്മീൻ, വങ്കട, പിന്നെ ചൂര, പിന്നെ കേര മുറിച്ചത്, പിന്നെ പേരറിയാത്ത എന്തൊരു മീൻ ചാള, അങ്ങനെ 3-4 ടൈപ്പ് മീനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് വങ്കടയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വങ്കട മീൻ. അപ്പോൾ ഈ മീൻ നമുക്ക് തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്കിനി പോയി ഈ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെട്ടി നല്ലപോലെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ കറി വെക്കാൻ തുടങ്ങാൻ വേണ്ടി നമ്മുടെ ഗ്യാസൊക്കെ ഓണാക്കി നമ്മുടെ ചട്ടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാക്കിയ ചട്ടിയിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി പൊടിയും പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ചൂടാക്കി എടുക്കണം. പിന്നെ ഇതിൽ ഒന്നല്ലെങ്കിൽ ഉലുവപ്പൊടിയോ അല്ലെങ്കിൽ ഉലുവയോ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ പൊടി ഇല്ലാത്ത കൊണ്ട് ഞാൻ ഉലുവയും കൂടെ ചേർത്ത് നല്ലപോലെ ഇത് ചൂടാക്കി എടുക്കണേണ്. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് തണുത്ത ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അതവിടെ നിന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ആറിയ ശേഷമാണ് നമ്മൾ ചേരുവകളൊക്കെ കാണിക്കുന്നത്. ഒരു മുറി തേങ്ങയുടെ പകുതി തേങ്ങ, പിന്നെ നമ്മുടെ വാളംപുളി, ചുമന്നുള്ളി, പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അരപ്പിനുള്ളത് ആ തേങ്ങ, ചുമന്നുള്ളി, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളും വാളംപുളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഈ അരപ്പിലേക്ക് നല്ല നാടൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടി ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പും അരച്ചുകൊണ്ട് വന്ന മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ മുരിങ്ങാക്കോലും പിന്നെ കടയിൽ നിന്ന് മേടിച്ച തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളം ഭാഗത്തുള്ളവർ മീൻ കറിയിൽ മുരിങ്ങാക്കോൽ ചേർക്കില്ല. തിരുവനന്തപുരംകാരാണ് മുരിങ്ങാക്കോലും തക്കാളിയൊക്കെ ചേർക്കുന്നത്. പിന്നെ ഇവിടെ മീൻ കറിയിൽ തക്കാളി ചേർക്കും മുളക് ചാറ് വെക്കുമ്പോൾ. പിന്നെ കുടംപുളി, എറണാകുളം ഭാഗത്തുള്ളവർ മീൻ കറിയിൽ ചേർക്കുന്നത് കുടംപുളിയാണ്. അപ്പം ഞാൻ ഇത്തിരി കുടംപുളിയും 2-3 പച്ചമുളകൊക്കെ കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മുടെ മീൻ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്ന ഈ മീൻ കറിയിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണ് പെറുക്കി ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു അടപ്പെടുത്ത് അടച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ കറി തിളച്ച് വന്ന് അതിലേക്ക് നല്ല നാടൻ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ നമ്മുടെ മീൻ കറി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഒന്നും കൂടെ തിളക്കാൻ വേണ്ടി നമുക്കൊരു അടപ്പെടുത്ത് അടച്ച് നമ്മുടെ തീയൊക്കെ ഒന്ന് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയാണ് ഒരു അടപ്പൊക്കെ വെച്ച് അടച്ച് തീയൊക്കെ ഒന്ന് കുറച്ച് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് മീൻകറി തിളച്ചാൽ നോക്കാം. അപ്പോൾ അടപ്പൊക്കെ പൊക്കി നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ മീൻകറി നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ കറി ഒന്ന് തിളച്ച് ഒന്നും കൂടെ വറ്റി ഒന്നും കൂടെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് തീയൊക്കെ കുറച്ച് നമ്മുടെ മീൻകറി അവിടെ ഇരുന്ന് നല്ലപോലെ ഒന്നും കൂടെ തിളച്ച് ആ കറിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഈ മീൻകറി. അപ്പോൾ ഇതുപോലെ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവർ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റാ ബൈ ബൈ.